നമുക്ക് ഭൂമിയുടെ അജയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ അഞ്ജനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അജയും സത്യദാസും കൂടെ. അഞ്ജനയെ പരിശോധിക്കാൻ ഡോക്ടർ അങ്ങോട്ട് കയറി. ആ സമയത്ത് അജയുടെ മനസ്സിലേക്ക് ഭൂമിയുടെ മുഖം ഓർമ്മ വന്നു. താൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാന്ന് പറഞ്ഞാണ്. പക്ഷേ എങ്കിൽ തനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല. ആ സമയത്താണല്ലോ ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടായത്. ഇതൊന്നും പക്ഷെ ഭൂമിക്കൊട്ട് അറിയത്തുണ്ടായിരുന്നില്ല. ഭൂമിക്കാണെങ്കിൽ ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഭൂമിയെ പിന്തുടർന്നുകൊണ്ട് കമാലും വരുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഇവളെ ഇല്ലാതാക്കണം, എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ആ കത്ത് കിട്ടണം. ആ കത്തിനകത്ത് എന്താ എഴുതിയേക്കുന്നത് അറിയത്തില്ല. ഒരുപക്ഷെ തന്നെക്കുറിച്ചുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ ഭവാനി മേഡത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അച്യുതൻ എഴുതി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. ഒരു കാരണവശാലും അജയൊന്നും അത് അറിയാൻ പാടില്ല. ഭൂമി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് അജയൻ ചോദിച്ചപ്പോൾ അജയ് എവിടെ ഇല്ല എന്നുള്ള കാര്യങ്ങൾ കിട്ടുവാണ്. അയ്യോ പിന്നെ എന്ത് ചെയ്യും, ആകെപ്പാടെ ടെൻഷനായിപ്പോയി. അപ്പോഴാണ് അജയുടെ കോള് വരുന്നത്. അജയെ വിളിച്ചിട്ട് ഭൂമിയുടെ കാര്യം പറയണം. അതെ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അഞ്ജനയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതുകൊണ്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. സാരമില്ല സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ഭൂമി ഇങ്ങനെ ആലോചിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, അജയ് സാറിൻ്റെ വീട്ടിലേക്ക് പോവാം എന്ന് കരുതിയിട്ട് നേരെ അജയുടെ വീട്ടിലേക്ക് പോകുകയാണ്. പക്ഷെ ഇതൊന്നും ഈ പറയുന്ന ഭവാനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഭൂമിയെ പിന്തുടർന്ന് വരുവാണ് കമാൽ. ഈ സമയത്ത് ഇവളത് എങ്ങോട്ടാ പോണേ? പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഭവാനിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടേക്കാണല്ലോ പോകുന്നത്. ഇവളിത് എന്തിനുള്ള പുറപ്പാടാ? അവളെ തീർക്കാനായിട്ടും പറ്റിയില്ല. അപ്പൊ ഈ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഭൂമി. തന്നെ ആരോ ഫോളോ ചെയ്യുന്നുള്ള പോലെ. ഒരുപക്ഷെ തൻ്റെ അച്ഛൻ പറഞ്ഞു പോണക്ക് അച്ഛൻ്റെ കൊലയാളി തന്നെയും പിന്തുടരുന്നുണ്ടോ എന്നൊരു ചിന്ത ഭൂമിയുടെ മനസ്സിലുണ്ട്. അച്ഛനൊരു കൊലയാളിയുണ്ട്. അച്ഛനത് നേരത്തെ മുൻകൂർ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ തന്നെ വെറുതെ വിടലെന്ന് അച്ഛൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഇനി ആ കൊലയാളിയാണോ തൻ്റെ ജീവനും അപകടത്തിലാന്നുള്ള കാര്യം ഭൂമിക്ക് മനസ്സിലായി. അങ്ങനെ പിടികൊടുക്കാനായിട്ട് ഭൂമി ഒരുക്കുമായിരുന്നില്ല. ഭൂമി എന്ത് ചെയ്തു? സൗഭാഗ്യ മുത്തശ്ശേരിയൊക്കെ അരിയിലേക്ക് വരുവാണ്. അങ്ങനെ ഭൂമി വന്ന് കോളിംഗ് ബിൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സംഗീതമാണ് വന്ന് കഥ തുറക്കുന്നത്. അവരാകെപ്പാടെ ടെൻഷനിലായിരുന്നു. അഞ്ജനയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. അഞ്ജനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുമായിരുന്നല്ലോ. ആ ടെൻഷൻ ഇരിക്കുമ്പോഴാണ് ഭൂമിയുടെ വരവ്. ഭൂമിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സൗഭാഗ്യ മുത്തശ്ശിക്ക് ഒരിച്ചിരി സമാധാനമായി. മോളായിരുന്നു. എന്താ മോളെ ഈ സമയത്ത്? ഞാൻ കരുതി അവരായിരിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് പോയത്. അല്ല എന്താ മുത്തശ്ശി സംഭവിച്ചേ? അത് പിന്നെ അഞ്ജന മോളെ സ്റ്റെപ്പിൽ നിന്ന് വീണതാ, താഴേക്ക് വീണ. എന്താണെന്നറിയില്ല. അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക. പോലീസ് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് അജയ് ഇറങ്ങുമായിരുന്നു. ആ സമയത്ത് എങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോഴേക്കും ഭൂമിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ദൈവമേ, അഞ്ജനയ്ക്കൊന്നും സംഭവിക്കില്ല എന്നാണ് ഭൂമിയുടെ മനസ്സിൽ. അവരുടെ മനസ്സിൽ ക്രൂരതകളും കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ലല്ലോ ഭൂമിക്ക്. അപ്പോഴേക്കും സംഗീത പറഞ്ഞു, മോളിരിക്കുക, ഞാൻ എന്തേലും കുടിക്കാനെടുക്കാന്ന് പറഞ്ഞു. വേണ്ട സാരമില്ല. അല്ല മോളുടെ അമ്മയുടെ കേസും കാര്യങ്ങളൊക്കെ എങ്ങനെയായി എന്ന് ചോദിച്ചു. എൻ്റെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആൻറ്റി, ഞങ്ങൾക്കറിയാം. അപ്പോഴേക്കും സൗഭാഗ്യ മുത്തശ്ശി പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾക്ക് അറിയരുതോ? മോളുടെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. അല്ല മോൾ അജയെ വിളിച്ചിട്ട് പറഞ്ഞു എന്തോ കത്ത് കിട്ടിയെന്നൊക്കെ പറ്റോ? അതെ മുത്തശ്ശി, ഒരു കത്ത് കിട്ടിയായിരുന്നു. അതെൻ്റെ അച്ഛൻ എഴുതിയതാ. അച്ഛൻ ഏത് സമയം വേണം കൊല്ലപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനൊരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആണോ? ദൈവമേ, എന്നിട്ട് എന്തിയേ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അച്യുതൻ പറയാതിരുന്നേ? അതെനിക്കറിയില്ല മുത്തശ്ശി. ഒരുപക്ഷെ ഞാനും അമ്മയൊക്കെ ഭയന്നാലോന്ന് കരുതിയിട്ടായിരിക്കും അച്ഛനിത് പറയാതിരുന്നത്. എന്താണെങ്കിലും അവരെനിക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാവുള്ളൂ. മോള് വിഷമിക്കൊന്നും വേണ്ട. അവരെത്രമാത്രം ഒളിച്ചിരുന്നെന്ന് പറഞ്ഞാലും ഒരു ദിവസം അവർ പിടിക്കപ്പെടും. നിയമത്തിന്റെ മുന്നിൽ അവർ വരും. അവരെ തൂക്കിലേറ്റുക തന്നെ ചെയ്യണം. ഇത് കേട്ടതും ഭവാനിയൊന്നും ഞെട്ടി. സൗഭാഗ്യ മുത്തശ്ശിയുടെ വാക്കുകൾ. കാരണം എല്ലാത്തിനും അടിസ്ഥാനം ഭവാനിയാണല്ലോ. അവളാണല്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേ സമയം ഭൂമി പറഞ്ഞു, എനിക്ക് കണ്ടുപിടിക്കണം മുത്തശ്ശി, എനിക്ക് കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയാണ്, എൻ്റെ കുടുംബം തന്നെ ഇല്ലാതായത്. എൻ്റെ അച്ഛൻ പോയതോട് കൂടിയിട്ട് എൻ്റെ അമ്മ കൊലപാതക കുറ്റത്തിന് ജയിലിൽ കിടക്കുക. എൻ്റെ അമ്മയെ എത്രയും പെട്ടെന്ന് എനിക്ക് പുറത്തിറക്കണം. അതിനുശേഷം ഇതിന് പിന്നിൽ ആരുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കണം മോളെ. മോള് വിഷമിക്കൊന്നും വേണ്ട. മോളോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ട്. അജയ് ഇപ്പം തന്നെ വരും. മോള് ഇവിടെ ഇരിക്കുക. ഇനിയിപ്പോൾ അജയ് സാർ എപ്പോഴാണ് വരണേന്ന് അറിയത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് പോയിക്കോളാന്ന് പറഞ്ഞു. അയ്യോ മോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇനിയിപ്പം തനിച്ച് പോകണ്ടെന്ന് ചോദിച്ചു. അതൊന്നും സാരമില്ല മുത്തശ്ശി, ഞാൻ പോയിക്കോളാം. അങ്ങനെ ഇത്തിരി സമയം സംസാരിച്ചിട്ട്
പുറത്തേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങണം. ആ സമയം ഭവാനിക്ക് ടെൻഷനായി. ദൈവമേ, ആ കത്ത് അവളുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ ആ കത്തൊരു പ്രശ്നമാണ്. അതെങ്ങാനും അജയുടെ കയ്യിൽ ഇവിടെ നേരെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തൻ്റെ കാര്യം തീരും. പെട്ടെന്ന് ഭവാനി പിന്നാലെ വന്നു. ഭൂമിയോട് ചോദിച്ചു, ഭൂമി, അല്ല നിന്റെ അമ്മയെ കൊന്നത് ആരാന്നുള്ള കാര്യങ്ങളൊക്കെ കത്തിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭൂമി പറഞ്ഞു, അത് പിന്നെ ആൻറ്റി ഒരു കൊലയാളി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഭൂമി ഇങ്ങനെ ആലോചിച്ചു. പിന്നീട് ഭൂമി പറഞ്ഞു, എനിക്ക് ശരി ആൻറ്റി, ഞാൻ പോയിക്കോട്ടെ. അല്ല അജയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ കത്ത്? അതെ, എങ്കിൽ അതിങ്ങോട്ട് തന്നേരെ, അജയ് വരുമ്പോൾ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഭൂമി എന്ത് ചെയ്തു, ആ കത്തെടുത്ത് അവർക്ക് നീട്ടുവാണ്. അവരിത് വാങ്ങി ഉടനെ തന്നെ അവരുടെ മുഖത്തിൽ വല്ലാത്തൊരു ചിരിയുണ്ടായി. ഇനി രക്ഷപ്പെട്ടു എന്നൊരു ചിരി. പക്ഷെ പെട്ടെന്ന് തന്നെ ഭൂമി ആ കത്ത് തിരികെ മേടിക്കുകയാണ്. തട്ടിപ്പറിക്കുന്ന പോലെ തിരികെ മേടിച്ചു. അല്ല എന്താ മോളെ, നീ എന്താ പെട്ടെന്ന് തിരികെ വാങ്ങിയത്? അല്ലേ വേണ്ട ആൻറ്റി എന്ന് പറഞ്ഞു. ഞാൻ തന്നെ നേരിട്ട് കൊടുത്തോളാം. ഒരു കാര്യം പ്രത്യേകിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, ആരെയും വിശ്വസിക്കരുത് മോളെ. ആരാണ് നമ്മളെ ചതിക്കുന്നതെന്ന് അറിയില്ല. കൂടെ നിൽക്കുന്നവരെ എപ്പോഴേത് നിമിഷം വേണം നമ്മളെ ചതിക്കാം. ആൻറ്റി ഞാനിത് കൊടുത്തോളാം. അതിന് ശരി ആൻറ്റി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അല്ല അത് ഞാൻ കൊടുത്തോളാം. വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ഭൂമി അങ്ങോട്ട് പോകുമ്പം ഇടിവെട്ടേറ്റ അവസ്ഥയിൽ നിൽക്കുകയാണ് ഭവാനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കയ്യിലത് കിട്ടിയതായിരുന്നു. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കമാലിനെ വീണ്ടും വിളിക്കുകയാണ്. കമാലെ, അതെ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ നിന്ന് ആ കത്ത് വാങ്ങണം. അവൾ ആ കത്തും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മേഡം അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഇനി അവളുടെ കഥ ഞാൻ തീർത്തോളാം. ഒരു ആക്സിഡന്റിൽ അതോടുകൂടി അവൾ തീരുമെന്ന് പറഞ്ഞു. അതെ, എന്ത് കാണിച്ചിട്ടാണ് ശരിയാ, ആക്സിഡന്റ് ആണെങ്കിലും കുഴപ്പമില്ല, അവളെ തീർക്കണം. പിന്നെ ആ കത്തും അവശേഷിക്കരുത്. അറിയാലോ, ഒരു തെളിവ് പോലും ബാക്കി വെച്ചേക്കരുത്. എൻ്റെ കൈ കിട്ടിയതാ, എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോയെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അജയ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കാര്യമായിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല, കയ്യിൽ ചെറിയൊരു ഫ്രാക്ചർ മാത്രമേ ഉള്ളൂ. അത് കൈ ഒന്ന് ബാൻഡേജിലിട്ട് വിടുന്നുണ്ട്, ആ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അഞ്ജനയ്ക്ക് ബോധമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സത്യദാസനൊക്കെ ഒരു സമാധാനമായത്. കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. പിന്നീട് സത്യദാസൻ എന്നിട്ട് പറഞ്ഞു, മോളെ നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? അങ്ങനെ സ്റ്റേർക്കേസ് ഇറങ്ങി ഓടി വരാൻ പാടുണ്ടോ? അതൊക്കെ നോക്കിയും കണ്ടും വേണ്ടേ? അത് പിന്നെ അങ്കിളെ, അജയ് പെട്ടെന്ന് പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അജയോട് പോവണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ അവൻ്റെ ഡ്യൂട്ടി അല്ലേ ചെയ്യുന്നേ. ഡ്യൂട്ടി ആ സമയത്തൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഒരു പെണ്ണ് വിളിച്ചെന്നും പറഞ്ഞോണ്ട്. അതെ, അത് ഭൂമിയല്ലേ, വേറെ ഒരു പെണ്ണല്ലോ. അപ്പം അവളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവളുടെ അമ്മ ജയിലിൽ കിടക്കണു, പിന്നെ അതുപോലെ തന്നെ അച്ഛനുമില്ല. അപ്പം അവളെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെയാണ് നമ്മളൊക്കെ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അത് അഞ്ജനയ്ക്കൊട്ടും ദഹിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഡോക്ടർ കുറച്ചു നേരം കൂടെ കിടത്തിയിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടുവാണ്. അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു. ഭവാനിക്ക് അപ്പോഴാണ് ഒരു സമാധാനമായത്, കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പോഴേക്ക് സൗഭാഗ്യ മുത്തശ്ശി പറഞ്ഞു, അതെ മോനെ, നിന്നെ കാണാനായിട്ട് അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആര്? ഭൂമി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ അവൾ പോയി. അവളുടെ കയ്യിൽ ആ കത്തും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നിന്റെ നേരിട്ട് തന്നോളാന്ന് പറഞ്ഞ്. അപ്പോഴേക്കും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി അജയുടെ മനസ്സിൽ. ഒരു പക്ഷേങ്കിൽ ആ കത്തുമായിട്ട് അവൾ പോയിരിക്കുന്നേ, എന്താ ഏതാന്നും അറിയത്തില്ല. തന്നെ കാണാൻ വേണ്ടി വന്ന. അപ്പോഴേക്കും അവൻ പറഞ്ഞു, മുത്തശ്ശി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോവാണ്. അല്ല നീ ഇതെങ്ങോട്ടെ ഈ സമയത്ത്? എനിക്കൊരാവശ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി. കാരണം അജയ്ക്ക് മനസ്സിലായി ഇനി അവൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവുമെന്നൊരു ഭയം അജയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുവാണ്. ഇതേ സമയത്ത് ഭൂമിയെ പിന്തുടർന്നുകൊണ്ട് കമാല് പോവാണ്. ഭൂമിയെ ആക്സിഡന്റ് പെടുത്താനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ തീർക്കണമെന്നൊരു ചിന്തയായിട്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പ് തന്നെ അജയ് വന്ന് അവളെ രക്ഷിക്കുന്നുണ്ട്. കത്തുകളും കാര്യങ്ങളൊക്കെ അജയ്ക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട് ഭൂമി. അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.